അപ്പോൾ ഞാൻ അഡ്വക്കേറ്റ് വസന്ത് തെങ്ങമ്പള്ളിയിലേക്ക് കൂടി ഒന്ന് പോകുന്നു. അഡ്വക്കേറ്റ് വസന്ത് തെങ്ങമ്പള്ളി, ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ചോദ്യങ്ങൾ ഭരണകൂടത്തിന് നേരെ ഉയരും, അത് സ്വാഭാവികമാണ്. പക്ഷേ എപ്പോഴും അത്തരം ചോദ്യങ്ങൾക്ക് മറുപടി നൽകിക്കൊണ്ടേയിരിക്കുക ഭരണകൂടത്തിന് എന്നത് സാധ്യമല്ല. ഭരണകൂടത്തിന് പ്രത്യേകിച്ച് ഇത്തരം വിഷയങ്ങളിൽ അതിൻ്റെതായ ചില രഹസ്യ സ്വഭാവങ്ങൾ പാലിക്കേണ്ടതുണ്ട്. എന്നാൽ ഉത്തരങ്ങൾക്ക് മറുപടി നൽകേണ്ടപ്പോൾ നൽകിയും പോകുന്നുണ്ട്. ഇനിയിപ്പോൾ കോൺഗ്രസിന്റെ ഹാൻഡിലുകളിൽ അടക്കം പ്രത്യക്ഷപ്പെട്ട ചോദ്യങ്ങൾക്ക് പ്രസക്തിയുണ്ടോ? പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ അമേരിക്കയുടെ ഇടപെടലുണ്ട്. ട്രംപ് ആണോ മധ്യസ്ഥം നിന്നത് എന്ന ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതെല്ലാം ഇന്ത്യ ഇന്ന് തള്ളിക്കളയുകയാണ് ചെയ്തത്. ഈ വിഷയത്തിൽ ഒരു മൂന്നാം കക്ഷിയുമില്ല. വളരെ കൃത്യമായി പാകിസ്ഥാൻ ഇന്ത്യയെ വിളിച്ചു, വിദേശകാര്യ മന്ത്രാലയം വിളിച്ചു. അതിനുശേഷം DGMO തലത്തിൽ ചർച്ച നടന്നു. അതിലൂടെ വെടിനിർത്തലിലേക്ക് പോയി. ഇനി ഒരു ക്ലാരിറ്റി കുറവുണ്ടോ കോൺഗ്രസിനടക്കം? അഭിലാഷ്, നോക്കൂ, അങ്ങ് പറഞ്ഞതുപോലെ ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. ആ ജനാധിപത്യ രാജ്യത്ത് ഭരിക്കുന്ന സർക്കാർ ഏതായാലും അത് ചോദ്യം ചെയ്യപ്പെടും. ഏത് സർക്കാരാണ്, കോൺഗ്രസ് ആവട്ടെ, BJP ആവട്ടെ, ഇനി ഈ കോഴിക്ക് മുല വരുന്നത് പോലെ എന്തെങ്കിലും CPM ഭരിച്ചാൽ അതും ഉണ്ടാവട്ടെ, എല്ലാ കാലത്തും സ്വാഭാവികമായും ഭരിക്കുന്ന സർക്കാരുകൾ ചോദ്യം ചെയ്യപ്പെടും. അത്രമാത്രം ജനാധിപത്യം നമ്മുടെ രാജ്യത്തുണ്ട് എന്നത് അഭിമാനകരമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ നോക്കൂ, ഈ ആക്രമണം ഉണ്ടായ ദിവസം, അതിന്റെ പിറ്റേ ദിവസം തന്നെ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി എടുത്ത നിലപാട് എന്താണ്? ഇത് പാക് സ്പോൺസേർഡ് ടെററിസം ആണ്. അതുകൊണ്ട് തൽക്കാലം യാതൊരു തരത്തിലും സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്താൻ ആരും ഇറങ്ങി പുറപ്പെടരുത്. സർക്കാരിനൊപ്പം ഏതറ്റം വരെയും പോകാൻ, ഏത് തരത്തിലുള്ള തിരിച്ചടിയും കൊടുക്കാൻ സർക്കാരിനൊപ്പം ചേർന്ന് നിൽക്കുക, പൂർണ്ണമായ യാതൊരു മുൻധാരണകളും ഇല്ലാത്ത പിന്തുണ നൽകുക എന്നുള്ളതാണ് കോൺഗ്രസ് എടുത്ത നിലപാട്. ആ നിലപാട് മുൻകാലങ്ങളിൽ പ്രതിപക്ഷം എടുത്തിട്ടില്ല എന്നത് ശ്രീ അഭിലാഷ് മറന്നു പോവേണ്ടതില്ല. കാരണം മുംബൈ ഭീകരാക്രമണം ഉണ്ടായതിന്റെ ദിവസങ്ങളിൽ, നവംബർ 29, 30 ദിവസങ്ങളിൽ നമ്മുടെ സൈന്യം അവിടെ ഭീകരരുമായി ഏറ്റുമുട്ടുകയാണ്. നവംബർ 30-ാം തീയതിയാണ് അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഗുജറാത്തിലുള്ള എല്ലാ പത്രങ്ങളിലും പരസ്യം കൊടുക്കുന്നത് ഇത് കോൺഗ്രസ് സർക്കാരിന്റെ വീഴ്ചയാണ് എന്ന് പറഞ്ഞുകൊണ്ട്. ആ 30-ാം തീയതി തന്നെയാണ് നരേന്ദ്രമോദി പ്രസ് മീറ്റ് വിളിച്ച് രാജിവെച്ച് ഇറങ്ങിപ്പോകണം ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന് പറയുന്നത്. അന്നത്തെ പ്രതിരോധ വകുപ്പ് മന്ത്രി ധാർമ്മികതയുടെ പേരിൽ രാജിവെക്കുകയും ചെയ്തു. പക്ഷേ മുൻകാലങ്ങളിൽ ആ നിലപാട് ആരും സ്വീകരിച്ചിട്ടില്ല. അന്നത്തെ പ്രതിപക്ഷം BJP എടുത്തിട്ടില്ല. പക്ഷെ ഇപ്പോൾ സ്വീകരിക്കുന്നു. അതിനുശേഷം യുദ്ധം അവസാനിച്ച ശേഷം, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന നമ്മുടെ ആന്റി ടെററിസ്റ്റിക് വാർ അത് അവസാനിച്ച ശേഷം ചില ചോദ്യങ്ങൾ ചോദിക്കപ്പെടും. എന്തുകൊണ്ടാണ്? ഞാനൊന്ന് ഇടപെടുന്നു, താങ്കൾ പൂർണ്ണമായും തിരുത്തിയല്ല. പക്ഷേ ഈ കശ്മീരിലെ ക്ഷമിക്കണം, പാകിസ്ഥാനിലെ ചിലരൊക്കെ ചില സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ കേരള കോൺഗ്രസിന്റേത് അടക്കം അതിൽ വന്ന പോസ്റ്റുകളും ചോദ്യങ്ങളും ഒക്കെ ആയുധമാക്കിയിരുന്നു. അല്ല, ഈ പാകിസ്ഥാൻ അങ്ങനെ പലതും ചെയ്യും. ഇപ്പൊ ഞാനൊരു പോസ്റ്റ് ഇട്ടാൽ നാളെ അങ്ങ് അതെടുത്ത് റീഷെയർ ചെയ്താൽ അതിന് വേറൊരു അർത്ഥത്തിൽ അങ്ങ് റീഷെയർ ചെയ്താൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാം? എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എന്താണ് അങ്ങ് പറഞ്ഞ കേരള കോൺഗ്രസ് എന്ന് പറയുന്നത്? കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ട്വിറ്റർ പോസ്റ്റ് ആണ്. ആ പോസ്റ്റിൽ പറഞ്ഞത് എന്താണ്? ഈ പഹൽഗ്രാം പോലെ ഇത്രമാത്രം ടൂറിസ്റ്റുകൾ വന്നൊരു സ്ഥലത്ത് എങ്ങനെയാണ് തീവ്രവാദികൾക്ക് നുഴഞ്ഞു കയറാൻ സാധിച്ചത്? അവിടെ തിരിച്ചൊരു വെടിവെക്കാൻ പോലും ഒരു ഉദ്യോഗസ്ഥൻ പോലും ഇല്ലാതിരുന്നത് എന്തുകൊണ്ടാണ്? അവിടുത്തെ ചുമതലയുള്ള രാഷ്ട്രീയ റൈഫിളിന് ഒരു സെക്ടറിന് പകരം 2 സെക്ടറിന്റെ അധിക ചുമതല എന്തുകൊണ്ടാണ് കൊടുത്തത്? ഇതൊക്കെ ഇപ്പോഴും ചോദ്യമാണ്. മല്ലികാർജുൻ ഖാർഗെയുടെ ഭാഗത്ത് നിന്നുണ്ടായ ചില പരാമർശങ്ങളുണ്ട്. നരേന്ദ്രമോദി ജമ്മു കാശ്മീർ സന്ദർശനമൊക്കെ മാറ്റിവെച്ചു എന്ന തരത്തിലും. നരേന്ദ്രമോദി സർവകക്ഷി യോഗത്തിൽ പങ്കെടുത്തില്ലല്ലോ. ബീഹാറിലേക്കല്ലേ പോയത്? ബീഹാറിൽ പോയത് എന്തിനാ? കേന്ദ്ര സർക്കാർ പദ്ധതിയുടെ 4ാമത്തെ ഹെഡ് കൊടുക്കുന്ന, അതായത് 2000 രൂപ വീതം അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കുന്ന 4ാമത്തെ ഹെഡ് കൊടുക്കുന്നതിന്റെ ഉദ്ഘാടനം ചെയ്യാനാണ് സർവകക്ഷി യോഗം ക്യാൻസൽ ചെയ്ത് പ്രധാനമന്ത്രി പോയത്. അതേപറ്റി ചോദ്യം ചെയ്യണ്ടേ? അപ്പൊ അതൊക്കെ ചോദ്യം ചെയ്യും. അതിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, റീസെന്റ് ഇപ്പോഴുള്ള പ്രതിപക്ഷത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇന്ത്യ പാകിസ്ഥാൻ വിഷയം. അത് ബൈലാട്രൽ ഇഷ്യൂ ആണ് എന്ന് നമ്മൾ പണ്ടേ പ്രഖ്യാപിച്ചതാണ്. അതിൽ അമേരിക്ക എന്നല്ല, തുർക്കി എന്നല്ല, റഷ്യ എന്നല്ല, ആരുടെ മധ്യസ്ഥതയുടെ ആവശ്യമില്ല എന്ന് ക്ലിയർ ആയി നമ്മൾ പറഞ്ഞു പോയിട്ടുള്ളതാണ്. അവിടെയാണ് ഒന്ന്, അമേരിക്കൻ പ്രസിഡന്റ് ശ്രീ ഡൊണാൾഡ് ട്രംപ് തന്നെ നേരിട്ട് പറയുന്നു, ഇതാ ഞങ്ങൾ ഇടപെട്ടാണ് ഇത് തീർത്തത്. 2, അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് ട്വീറ്റ് ചെയ്യുന്നു, ഇതാ ഞങ്ങൾ ഇടപെട്ടാണ് ഇത് തീർക്കുന്നത്. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി റൂബിൻസിന്റെ സെക്രട്ടറി വളരെ കൃത്യമായി പ്രസ് റിലീസ് തന്നെ ഇറക്കുന്നു, ഞങ്ങൾ പല കുറി നടത്തിയ ചർച്ചയുടെ ഭാഗമായാണ് ഇത് സാധ്യമായത്. അപ്പൊ സ്വാഭാവികമായും നമ്മുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുകയാണ്. നമ്മൾ തീവ്രവാദ വിരുദ്ധ പോരാട്ടം എന്ന യുദ്ധമെന്ന് നമ്മൾ പറയില്ല. ഇന്ത്യ
പറയില്ല. നമ്മൾ നടത്തിയത് തീവ്രവാദ വിരുദ്ധ പോരാട്ടമെന്നാണ് നമ്മുടെ ഭാഷ. അത് തന്നെയാണ് ശരി. നമ്മൾ കാര്യം തീവ്രവാദികളുടെ കേന്ദ്രങ്ങളിലാണ് ആക്രമണം നടത്തിയത്. അവിടെ ഒരു സിവിലിയന്റെ പോലും രക്തം വീഴ്ത്താൻ നമ്മൾ ശ്രമിച്ചിട്ടില്ല, വീഴ്ത്തുകയുമില്ല. അത് പണ്ടുതൊട്ടേ ഇന്ത്യയുടെ നിലപാടാണ്. പക്ഷേ ആ തീവ്രവാദ വിരുദ്ധ പോരാട്ടം നിർത്താൻ വേണ്ടി സ്വിച്ചിട്ട പോലെ അമേരിക്കൻ പ്രസിഡന്റ് സ്വിച്ചിട്ടാൽ നിന്നു പോകുന്നതാണ് നമ്മുടെ പോരാട്ടമെങ്കിൽ അത് നമ്മുടെ ആത്മാഭിമാനത്തെ ബാധിക്കുന്നതാണ്. അത് ചോദ്യം ചെയ്യും. അതിന് ക്ലിയർ കട്ടായി അവിടെയും ഇവിടെയും കാടും പടപ്പും തല്ലി ഉത്തരം പറഞ്ഞാൽ പോരാ പ്രധാനമന്ത്രി. കാടും പടപ്പും തല്ലി ഉത്തരം പറഞ്ഞു പോയാൽ പോരാ ഇന്ത്യ. തീർച്ചയായും അതാണ് ഞാൻ ചോദിച്ചത്. അതായത് ഇനിയും പാർട്ടികളുടെ, വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം വിളിക്കണം, കാര്യങ്ങൾ വിശദീകരിക്കണം. ഇതിനിടയിൽ 2 സർവകക്ഷി യോഗങ്ങൾ ചേർന്ന് കഴിഞ്ഞു. താങ്കൾ പറഞ്ഞതുപോലെ അതിനുശേഷം കോൺഗ്രസിന്റെ നേതാക്കളുടെ പ്രതികരണം പോലും അങ്ങേയറ്റം പക്വത നിറഞ്ഞതായിരുന്നു, ഒരു തർക്കവുമില്ല. എന്റെ സംശയം ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നു. ഇന്ന് പ്രധാനമന്ത്രി നടത്തിയ പ്രതികരണവും ഒപ്പം വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ നൽകിയ മറുപടിയും ഉണ്ടല്ലോ, അതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ക്ലാരിറ്റി പ്രശ്നം ഇനിയുണ്ടോ? അതാണ് ഞാൻ പറഞ്ഞത്. കാടും പടപ്പും തല്ലിയാൽ പോരാ. ഒന്ന്, അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു ട്വീറ്റ് വന്ന വെറും ഒരു ട്വീറ്റ് അല്ലല്ലോ, അവരുടെ അവകാശവാദമാണ്. നമ്മളോട് പറഞ്ഞു യുദ്ധം അവസാനിപ്പിക്കാൻ, നമ്മളോട് പറഞ്ഞു ആന്റി ടെററിസ്റ്റിക് വോർ നിർത്താൻ അമേരിക്ക പറഞ്ഞു. ഉടനെ നമ്മളൊക്കെ കേട്ടു എന്ന് പറഞ്ഞാൽ ഒരു ട്വീറ്റ് ആണോ പുറത്തു വന്നത്? അങ്ങനെ ഇന്ത്യയോട് പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞു ഇതാ യുദ്ധം നിർത്താൻ, അങ്ങനെയല്ലല്ലോ. അത് ആദ്യം താങ്കൾ പറഞ്ഞതുപോലെ ഈ വെടിനിർത്തൽ കരാറിലേക്ക് എത്തി എന്നുള്ളത് ട്രംപിന്റെ ട്വീറ്റിലൂടെയാണ് ലോകമറിഞ്ഞത്. പക്ഷെ അതിൽ പോലും അങ്ങനെ ഞങ്ങൾ പറഞ്ഞത് പ്രകാരം എന്നുള്ളതല്ലല്ലോ വന്നത്. അതായത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ധാരണയായിട്ടുണ്ട്, 2 രാഷ്ട്രങ്ങളെയും പ്രശംസിക്കുന്നു എന്ന മട്ടിൽ പറയുന്നു. അത് സ്വാഭാവികമായും ഒരു യുദ്ധം നടക്കുമ്പോൾ മറ്റു രാജ്യങ്ങളുമൊക്കെ ആയ ആശയവിനിമയം നടത്താം. പാകിസ്ഥാൻ ഇക്കാര്യം വേണമെങ്കിൽ അമേരിക്കയെ ബോധിപ്പിക്കാം ഇത്തരത്തിൽ ധാരണയായിട്ടുണ്ട് എന്നത്. ഇത് കൃത്യമായല്ലേ ഇന്ത്യ മറുപടി നൽകുന്നത്? അതാ താങ്കൾ ആ വാർത്താ സമ്മേളനം കേട്ടിട്ടുണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വളരെ കൃത്യമായി പറയുന്നു, 9-ാം തീയതി രാത്രി അല്ലെങ്കിൽ 10-ാം തീയതി പുലർച്ചെ പാകിസ്ഥാന്റെ വ്യോമത്താവളങ്ങളടക്കം ആക്രമിക്കുന്നു. വിദേശകാര്യ മന്ത്രാലയത്തിന് 10-ാം തീയതി രാവിലെയാണ് പാകിസ്ഥാന്റെ കോൾ വന്നത്. 12:30 ഹോട്ട് ലൈനിലൂടെ ബന്ധപ്പെടാൻ ശ്രമിച്ചു. അത് പാകിസ്ഥാന് ബുദ്ധിമുട്ടുണ്ടാക്കി, പാകിസ്ഥാന് ബന്ധപ്പെടാൻ സാധിക്കാതെ വരുന്നു. അതിനെ തുടർന്ന് 3:30 എന്ന സമയം, ഏതാണ്ട് 3:35 എന്ന സമയം ഇന്ത്യയാണ് അനുവദിക്കുന്നത്. അങ്ങനെ DGMOമാർ മാത്രം ചർച്ച നടത്തിയാൽ മതി എന്ന് തീരുമാനിക്കുന്നു. ആ ചർച്ചയിൽ വെടിനിർത്തൽ ധാരണയിലേക്ക് എത്തി. ഇതിൽ ഒരു 3-ാം കക്ഷിക്കും പങ്കില്ല എന്ന് കൃത്യമായി പറയുന്നു. അങ്ങനെയല്ല, അവിടെയാണ് പ്രശ്നം. ഒന്ന്, അങ്ങ് പറഞ്ഞ ചോദ്യത്തിൽ തന്നെ അതിന്റെ ഉത്തരമുണ്ട്. ലോകം അറിയുന്നത്, ഇന്ത്യക്കാരൻ അറിയുന്നത് അമേരിക്കൻ പ്രസിഡന്റിന്റെ ട്വീറ്റ് കണ്ടിട്ടാണ് നമ്മൾ ഇത് അവസാനിപ്പിച്ചു എന്ന്. നമ്മൾ യുദ്ധമുഖത്താണ് എന്ന് നമ്മൾ പ്രതീക്ഷിച്ചു നിൽക്കുമ്പോ അവിടെ യുദ്ധമുഖത്താണ്, നമ്മൾ ആന്റി ടെററിസ്റ്റിക് വോർ ഏറ്റെടുത്ത് നടത്തുകയാണെന്ന് വിശ്വസിച്ച് നമ്മുടെ സൈനികർ നിൽക്കുമ്പോ, അവരുടെ കുടുംബം നിൽക്കുമ്പോ, അവിടെ കൊല ചെയ്യപ്പെട്ടവരുടെ അനാഥമാക്കപ്പെട്ട കുടുംബം നിൽക്കുമ്പോ അവരത് അറിയേണ്ടത് അമേരിക്കൻ പ്രസിഡന്റിന്റെ ട്വീറ്റ് കണ്ടിട്ടാണോ? അവിടെയാണല്ലോ 5 മണിക്ക് വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു. വസന്ത് തെങ്കമ്പള്ളി 5 മണിക്ക് വാർത്താ സമ്മേളനം ഉണ്ട് എന്ന് പറയുന്നു. ആ 5 മണിക്ക് വാർത്താ സമ്മേളനം നടക്കുന്നതിന് തൊട്ടു മുമ്പാണ്. മാത്രവുമല്ല, ഈ മാധ്യമങ്ങളിലൂടെ ജനങ്ങളെ മുഴുവൻ അറിയിക്കുക എന്നുള്ളതല്ലല്ലോ. സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം അവരുടേതായ മാർഗത്തിൽ അത്തരം അറിയിപ്പുകൾ പോയിട്ടുണ്ടാകാം. അതെങ്ങനെയാണ് നമുക്ക് പറയാൻ സാധിക്കില്ല എന്ന്? അല്ല, അങ്ങ് ഈ ചർച്ചയുടെ ആരംഭത്തിൽ പറഞ്ഞതുപോലെ ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. അവിടെ ജനങ്ങളെ അറിയിക്കേണ്ടത് സ്വാഭാവികമായ ഉത്തരവാദിത്തമാണ്. അതെങ്ങനെയാണ് വസന്ത് ഈ 7-ാം തീയതി പാകിസ്ഥാന്റെ 9 കേന്ദ്രങ്ങൾ ആക്രമിച്ചു എന്നുള്ളത് ആക്രമിച്ചതിന് ശേഷമല്ലേ? അല്ലാതെ നമ്മൾ ആക്രമിക്കാൻ പോകുന്നു എന്നൊക്കെ ലോകത്തെ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളെയും ഒക്കെ അറിയിച്ചിട്ടാണോ നമ്മുടെ പ്രതിരോധ മന്ത്രാലയത്തിന് പ്രവർത്തിക്കാൻ സാധിക്കുക? അങ്ങ് തെറ്റിദ്ധരിച്ചാണ്. ഞാൻ പറഞ്ഞത് നമ്മൾ യുദ്ധം അവസാനിപ്പിച്ചു എന്നുള്ള കാര്യവുമായി ബന്ധപ്പെട്ടാണ്. അതെ, അവിടെ ഞാൻ പറഞ്ഞത്. അതായത് യുദ്ധം അവസാനിച്ചു എന്നൊക്കെ പറയുമ്പോൾ അത് കൃത്യമായി തയ്യാറെടുപ്പോടെയല്ലേ ഇന്ത്യയിലെ ജനങ്ങളോട് പറയാൻ സാധിക്കൂ? അല്ല, അതിനു മുമ്പ് അമേരിക്ക കയറി പറയേണ്ട കാര്യമുണ്ടോ? അത് അമേരിക്കയുടെ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അമേരിക്കയോട് വിലക്കുക എന്നുള്ളതല്ലല്ലോ. അത് അവരുടെ സ്വാതന്ത്ര്യം, അവരത് ചെയ്യുന്നു. അല്ലല്ലോ. ഏത് അമേരിക്കയെ പറ്റിയാണ് നിങ്ങൾ ഈ പറയുന്നത്? ഈ 1-ാം ലോകരാജ്യമായി നിൽക്കുന്ന അമേരിക്ക ഒന്നുമല്ല. ഇന്ന് ഡിപ്ലോമാറ്റിക്കലി വലിയ പരാജയമായ ലോകരാജ്യങ്ങളുടെ മുമ്പിൽ ഒരു മറുവാക്കിന് എതിർവാക്കില്ലാത്ത അമേരിക്ക ഒന്നുമല്ല. ഡിപ്ലോമാറ്റിക്കലി വലിയ പരാജയമായ, തകർന്നു തരിപ്പെട്ട, നയതന്ത്രപരമായി യാതൊരു ശേഖ്യമില്ലാത്തൊരു രാജ്യമാണ് ഇന്ന് അമേരിക്ക. ആ അമേരിക്ക കയറി വന്നിട്ട് ഞങ്ങൾ ആദ്യം അങ്ങ് പറഞ്ഞു കളഞ്ഞു എന്ന് പറഞ്ഞാൽ അതിനെ കൃത്യമായി അമേരിക്ക എന്ന പേരെടുത്തു പറഞ്ഞ് വിമർശിക്കാൻ, അതിന് തടയിടാനുള്ള ആർജവം, ശക്തി ഇന്ത്യക്ക് ഉണ്ടാവണം, ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാവണം. അതാണ് ഞാൻ പറഞ്ഞത്. ആ വിഷയത്തിൽ കാടും പടപ്പും തല്ലിപ്പോയാൽ പോരാ. അതായത് ഇപ്പോഴും അതിൽ വലിയ മാറ്റമൊന്നും ഇല്ല. കോൺഗ്രസിന് ഇപ്പോഴും കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടില്ല.
അല്ല, അതുകൊണ്ടാണല്ലോ ഞങ്ങൾ പറയുന്നത് സർവകക്ഷി യോഗം വിളിക്കണം. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ ആ പറയുന്നത് ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ആ ആവശ്യത്തിൽ കോൺഗ്രസ് ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോഴും. അല്ല, വ്യക്തതയ്ക്ക് യാതൊരു കുറവുമില്ല. നമ്മുടെ ആത്മാഭിമാനം പണയം വെച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് പ്രധാനമന്ത്രി വ്യക്തമായി പറഞ്ഞാൽ മതി. അവിടെയും ഇവിടെ തല്ലി പറയണ്ട. കൃത്യമായി പറയാൻ പറ്റുമെങ്കിൽ അത് പറഞ്ഞാൽ ആ പ്രശ്നം അവിടെ വെച്ച് തീർന്നു. യെസ്, ശ്രീ ശ്രീജിത്ത് പണിക്കർ,